നമസ്കാരം. ഗസ്റ്റ് ടൈമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗസ്റ്റ് ടൈമിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് കഴിഞ്ഞ 21 വർഷമായി മെഡിക്കൽ രംഗത്ത് സജീവമായിട്ടുള്ള, ഇന്ത്യയിലും വിദേശത്തുമായി 6 ലൊക്കേഷനിൽ 100-ൽ പരം ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന സായി ഗണേഷ് മെഡിക്കൽ സെൻ്ററിൻ്റെ ചെയർമാൻ ഡോക്ടർ സായി ഗണേഷ് പിള്ളയെ. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ ഇപ്പോൾ ഒരു 5 ലൊക്കേഷൻസിലായിട്ട് ഈ ഒരു സാമ്രാജ്യം വിപുലീകരിച്ച് നിൽക്കുകയാണ്. അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? ഇപ്പം 5 അല്ല 6 ഉണ്ട്. ട്രിവാൻഡ്രത്ത് ഒരു ബ്രാഞ്ചുണ്ട്. ഓക്കെ. അതായത് ഞാൻ 2004 എൻ്റെ ആദ്യത്തെ ബ്രാഞ്ച് തുടങ്ങുന്നത് റോള ഷാർജയിൽ. അന്ന് ഞാൻ ദുബായിൽ ഇടയ്ക്കിടെ ഞാൻ അന്ന് ഇംഗ്ലണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പം അവിടുന്ന് ദുബായിൽ വിസിറ്റിംഗ് കൺസൾട്ടൻ്റായിട്ട് ഇടയ്ക്ക് വരും. ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം വരും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് ഈ 2004 എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് നല്ലൊരു ക്ലയൻറ്റേൽ അവിടെ ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചു ഈ വിസിറ്റിംഗ് കൺസൾട്ടൻ്റായിട്ട് വരുന്ന ആ സമയത്ത്. അപ്പം ആലോചിച്ച് തന്നാൽ നമുക്ക് ഇത്രയും പേഷ്യൻസൊക്കെ ഉണ്ടല്ലോ, സ്വന്തമായിട്ടൊരു സെൻറ്റർ തുടങ്ങിക്കൂടെ എന്ന് ആലോചിച്ചിട്ടാണ് 2004 നമ്മുടെ ആദ്യത്തെ റോള ഷാർജയിൽ മെഡിക്കൽ സെൻറ്റർ തുടങ്ങുന്നത്. ഓക്കെ. ഇപ്പോൾ ട്രിവാൻഡ്രത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിലോട്ടും കൂടി വരുമ്പോൾ, നാട്ടിലേക്ക് കൂടി വരുന്ന സമയത്ത് ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ഒരു ഡിഫറൻസ്? ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദുബായിൽ നമ്മളൊരു മെഡിക്കൽ സെൻറ്റർ ഇടുമ്പോഴത്തേക്ക് അവർക്ക് ചില സെറ്റ് നോംസ് ഉണ്ട്. ഇത്ര സൈസ് വേണം ഒരു റൂംസിനും, ടേബിൾ ഇവിടെ ഇടണം, എല്ലാ കാര്യങ്ങളും അവർ മോണിറ്റർ ചെയ്യും. പക്ഷേ അതുപോലെ നമ്മൾ ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് കിട്ടാനായിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല, പലരെയും കാണണം ലൈസൻസ് കിട്ടാനായിട്ട്. പക്ഷേ അതൊഴിച്ച് കഴിഞ്ഞാൽ എല്ലാം ഇതുവരെ സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഓവറോൾ പേഷ്യൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഉള്ളൊരു ടെൻഡൻസി എന്ന് പറയുന്നത് എൻഡ് മൊമെൻറ്റിലാണ് എപ്പോഴും നമ്മളൊരു ഡോക്ടർ കൺസൾട്ടേഷന് പോകുന്നത്. നമ്മുടേതായിട്ടുള്ള പൊടിക്കൈകളെല്ലാം നോക്കിയതിന് ശേഷം അതൊന്നും വരാത്ത രീതിയിലാവുമ്പോഴാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും ഒരു റെഗുലർ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ആവശ്യമാണ്. എസ്പെഷ്യലി ആഫ്റ്റർ 40 years എല്ലാവരും once in 6 months അല്ലെങ്കിൽ 40 to 50 എന്ന് വെച്ചാൽ once in 1 year ആയാലും കുഴപ്പമില്ല. വേറെ അസുഖമൊന്നും ഇല്ലെങ്കിൽ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഒന്നും ഇല്ലെങ്കിൽ once in 1 year ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. പക്ഷേ നമുക്ക് ഈ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരിക്കലും ഒരു ഡോക്ടറായിട്ട് ഇരുന്നിട്ട് എനിക്ക് ടി വി കൂടെ പറയാൻ പറ്റില്ല അത് നല്ലതാണെന്ന്. പക്ഷേ ഒരു ചെറിയ പനിയൊന്നും വന്നാൽ പെട്ടെന്ന് ഓടി ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും പനി കുറയുന്നില്ല, ഇപ്പോൾ വയറുവേദന വന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല, നമ്മൾ വീട്ടിലെ എന്തെങ്കിലും മരുന്നൊക്കെ കഴിച്ച് അതുപോലെ വളരെ കാലം, ഇപ്പോൾ ഒരാഴ്ച കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറുവേദന, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഡോക്ടറിനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്വയം നമ്മുടെ ബോഡീനെ പറ്റിയിട്ട് ഒരു അവയർനെസ് ഉണ്ടാവണം. ലൈക്ക് നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും, ലൈക്ക് ഏത് സ്റ്റേജിലാണ് ഡോക്ടറെ നമ്മൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ്, കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം, കാരണം വയറുവേദന ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചത് വയറിന് പിടിക്കാതെ വരുമ്പോൾ പെട്ടെന്ന് വരുന്നതായിരിക്കാം. പക്ഷേ അല്ലാതെ സീരിയസ് ആയിട്ടുള്ള അസുഖവും കൊണ്ടും വയറുവേദന വരാമല്ലോ. അപ്പോൾ അതാ പറഞ്ഞ വയറുവേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ മണിക്കൂറും കൂടുകയാണ്. അല്ലെങ്കിൽ ഇപ്പം ചിലപ്പം ഒരു ഹാർട്ട് അറ്റാക്ക് ചിലപ്പോൾ വയറുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പം അത് നമുക്ക് വയറുവേദന മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ശരിക്കും ഹാർട്ടിനായിരിക്കും, ഞാൻ പറഞ്ഞ റെയറായിട്ടാണ്, എല്ലാ ഹാർട്ട് അറ്റാക്കും വയറുവേദനയായിട്ടല്ല വരുന്നത്, പക്ഷെ അങ്ങനെയും പ്രസൻറ്റ് ചെയ്യാം. അപ്പം വേറെ എന്തെങ്കിലും അതിൻ്റെ കൂടുള്ള സിംറ്റംസ്, ആ വേദന കയ്യിലേക്ക് പോവോ, താടിയിലേക്ക് പോവോ, അല്ലെങ്കിൽ സ്വെറ്റിങ് അതിൻ്റെ കൂടെ ഉണ്ടാവോ. അപ്പം അങ്ങനെയുള്ള കൂടുതൽ അസോസിയേറ്റഡ് സിംറ്റംസ് ഉണ്ട്, വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിക്കുന്നതാണ് നല്ലത്. ഓക്കെ. ഡോക്ടർ ഇപ്പോൾ സിംറ്റംസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ ഓറൽ ഹെൽത്ത് എടുക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും പല്ല് വേദന അങ്ങനെ എന്തെങ്കിലും ആകുമ്പോൾ അത് വേറെ രോഗങ്ങളുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു
സിംറ്റം കൂടി ആവാം എന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? ഇപ്പോൾ പല്ലിനുണ്ടാകുന്ന അസുഖങ്ങൾ, എസ്പെഷ്യലി ഗം ഡിസീസസ് ഒക്കെ മറ്റുള്ള കാർഡിയാക് ഡിസീസസിനെയൊക്കെ കൂടുതൽ സിവിയർ ആക്കാൻ ഒരു കാരണമാണ്. അതുകൊണ്ട് ഓറൽ ഡെൻ്റൽ ഹൈജീന് പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് മെഡിക്കൽ ഫ്രറ്റേണിറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സായി ഗണേഷ് മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പോപ്പുലാരിറ്റിയും വരുന്നതും നല്ല സർവീസസ് കൊടുക്കാൻ പറ്റുന്നത്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ സർവീസ് കൂടി ഓറിയൻറ്റഡ് ആണല്ലോ. അപ്പോൾ എന്താണ് ഈ ഒരു സെൻറ്ററിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയാൻ പറ്റുന്നത്? ഞങ്ങളുടെ ബേസിക്കലി സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് ചാർജിലാണ് നമ്മൾ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഓവർ ചാർജ് ചെയ്ത് പേഷ്യൻറ്റിനെ നമ്മളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള മെഡിക്കൽ സെൻറ്റേഴ്സും ഹോസ്പിറ്റൽസിനെക്കാട്ടിലും കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റൽ ഒരു 100 ദിറം ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 50 ദിറം ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ, ഞാൻ ചുമ്മാ വെറുതെ ഒരു ഫിഗർ പറയാം, നമ്മളൊരു 30 ദിറം ലാഭത്തിനെ എയിം ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ ഞങ്ങളുടെ സ്റ്റാഫ്, എസ്പെഷ്യലി ഡോക്ടേഴ്സിനെ, എല്ലാ ഡോക്ടേഴ്സിനെയും ഞാൻ തന്നെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കാതെ ഞാൻ തന്നെ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും ഫൈനൽ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. വി ഗെറ്റ് ദ ബെസ്റ്റ് ഡോക്ടേഴ്സ്. അപ്പം ബെസ്റ്റ് ഡോക്ടേഴ്സ് അറ്റ് ദ ബെസ്റ്റ് പ്രൈസസ്, ഇതായിരിക്കും നമ്മുടെ USP. ഓക്കെ, എന്തായാലും അത് കേട്ടതിൽ തന്നെ ഒരുപാട് സന്തോഷം. ഡോക്ടർ, വേറൊരു ഡൗട്ട്. ഇപ്പോൾ റോബോട്ടിക്സ് ആണെങ്കിലും AI ആണെങ്കിലും ഒരുപാട് എല്ലാ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഈ ഒരു ഹെൽത്ത് കെയറിൽ, മെഡിക്കൽ ഫീൽഡിൽ അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ്? ഭയങ്കര വലിയ സാധ്യതയാണ്. അടുത്ത 5 വർഷത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. AI എസ്പെഷ്യലി ഇപ്പം പല ഉണ്ടാക്കിയിട്ടുള്ള AI ടൂൾസും ഒരു ക്ലിനീഷ്യനെക്കാട്ടിലും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുമെന്നാണ് ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കലി കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ഡയഗ്നോസിസിലും പിന്നെ റോബോട്ടിക്സും AIയും തമ്മിൽ അങ്ങനെ വലിയ കണക്റ്റഡ് അല്ല. അത് വേറൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. റോബോട്ടിക്സ് ഓൾസോ വളരെ അഡ്വാൻസ് ചെയ്തു. നമ്മൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറിക്കാണ് റോബോട്ടിക്സ്, അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണ് റോബോട്ടിക്സ് വരുന്നത്. റോബോട്ടിക്സ് വലിയൊരു അഡ്വാൻസ്മെൻ്റാണ്. ലാപ്രോസ്കോപ്പിക് ഈ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ റോബോട്ട് വന്നല്ല സർജറി ചെയ്യുന്നത്. സർജറി മൂവ്മെൻറ്റ്സ് ഒക്കെ ഡോക്ടറുടെ ഹാൻഡിൽ തന്നെയാണ്. പക്ഷേ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ robotic hand which moves according to the doctor's hand movements. അപ്പം പക്ഷേ കുറച്ചും കൂടെ പ്രിസിഷനുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അത് പല ആംഗിളിലും ഈ റോബോട്ടിൻ്റെ ഹാൻഡ് മൂവ് ചെയ്യും. നമ്മളുടെ ഈവൻ ഒരു നോർമൽ സർജൻ്റെ ഹാൻഡ് മൂവ് ചെയ്യാത്ത ഡയറക്ഷനിലൊക്കെ അത് മൂവ് ചെയ്യും. അതുകൊണ്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. നമുക്കൊരു ഡിഫിക്കൽട്ട് ഏരിയയിൽ ഒരു സ്റ്റിച്ച് ഇടണമെന്നെങ്കിലൊക്കെ റോബോട്ടിന് കുറച്ചും കൂടെ എളുപ്പം അത് പെർഫോം ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഇപ്പോൾ സായി ഗണേഷ് മെഡിക്കൽ സെൻറ്ററിൽ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പം നമ്മുടെ ദേവസ്വം ബോർഡിലുള്ള ട്രിവാൻഡ്രത്തെ ബ്രാഞ്ചിലാണെങ്കിൽ നമുക്ക് ജനറൽ ഫിസിഷ്യനുണ്ട്, പീഡിയാട്രീഷ്യനുണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ENT സർജനുണ്ട്, ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനുണ്ട്, ഓർത്തോപെഡീഷ്യനുണ്ട്. പിന്നെ ഡെൻറ്റിസ്ട്രിയുടെ എല്ലാ ഡിഫറെൻറ്റ് ഡെൻറ്റിസ്റ്റ്, എൻഡോഡോണ്ടിസ്റ്റ് ഉണ്ട്, ഓർത്തോഡോണ്ടിസ്റ്റ് ഉണ്ട്, ഓറൽ ആൻഡ് ഫേഷ്യൽ മാക്സിൽ സർജനുണ്ട്, പിന്നെ ജനറൽ ഡെൻറ്റിസ്റ്റ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഉള്ള വിഭാഗങ്ങൾ. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ 1-2 ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ആഡ് ചെയ്യാനായിട്ട് ഫ്യൂച്ചറിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ മിത്സ് പ്രിവെയിൽ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഹെൽത്തിൻ്റെ. അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മിത്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്കൺസെപ്ഷൻസോ ഉണ്ടോ? മിത്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാര്യം പറയാം. നമുക്ക് കുറച്ച് പ്രായമായുള്ള ആൾക്കാരിലൊക്കെ പറയും നമ്മൾ നന്നായിരിക്കും എന്ന് പറയും, വണ്ണമൊക്കെ വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഹെൽത്തി ആണെന്നുള്ള ഒരു തോട്ട്. പക്ഷേ മെഡിക്കലി സ്പീക്കിംഗ് തിൻ ആൻഡ് ലീൻ ആയിട്ടുള്ളതാണ് എപ്പോഴും ഹെൽത്തി. അതുപോലെ വെജിറ്റേറിയൻ ഡയറ്റ് ഹ്യൂമൻ ബീയിങ്ങിന് വെജിറ്റേറിയൻ ഡയറ്റ് ഹ്യൂമൻ ഫിസിയോളജിക്കും അനാറ്റമിക്കും ഒക്കെ കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ ടോട്ടലി നോൺ വെജ് അവോയ്ഡ് ചെയ്യണമെന്നല്ല, വെജിറ്റേറിയൻ ഡയറ്റ് തീർച്ചയായിട്ടും നമ്മുടെ മീലിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് ബാലൻസ്ഡ് ആയിട്ട് കൂടുതൽ വെജിറ്റബിൾസും വെജിറ്റേറിയൻ ഡയറ്റും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഹെൽത്തിയാണ്. ഇപ്പോൾ ഡോക്ടർ ഇത്രയും വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ടാവും. അപ്പോൾ ഒരു 10 years ബാക്ക് അല്ലെങ്കിൽ ആ സമയത്ത് കാണുന്ന ഒരു ഡിസീസും
ഇപ്പോൾ കാണുന്ന ഡിസീസും തമ്മിൽ ഏതാണ് കൂടുതലായിട്ട് വരുന്നത്? എന്തിനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇതിപ്പോൾ ഞാൻ ഒരു മെഡിക്കൽ സ്റ്റഡിയൊന്നും കോട്ട് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ട പേഷ്യൻസിനും ഇത്രയും വർഷമായിട്ട്, അത് 1996 മുതൽ ഞാൻ പേഷ്യൻസിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷമായിട്ട്, ഒരു 30 വർഷമായിട്ട് 30 കൂടുതൽ വർഷമായിട്ട് പേഷ്യൻറ്റിനെ കാണുന്ന ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലായിട്ട് അതിന് കണക്കുകളൊന്നും നിരത്തിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ക്യാൻസേഴ്സിൻ്റെ റേറ്റ് ഇപ്പോൾ പണ്ടൊരു 100-ൽ 20 പേർക്കോ 30 പേർക്കോ ക്യാൻസർ വരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ റീസൺ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി കൂടുതൽ ആൾക്കാർക്ക് ക്യാൻസർ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൻ്റെയും ഒക്കെ ആയിരിക്കാം. എന്താണ് റീസൺ എന്നറിയത്തില്ല. ഇനി റേഡിയേഷൻ, എക്സ്ട്രാ ടെറസ്ട്രിയൽ റേഡിയേഷൻ നമ്മുടെ അറ്റ്മോസ്ഫിയർ ബ്ലോക്ക് ചെയ്യുന്നതല്ലേ പറഞ്ഞു. ഇനി അതിൻ്റെ ഓസോൺ ലെയറിലുള്ള വല്ല ഗ്യാപ്പാണോ എന്താണെന്നറിയില്ല. കൂടുതലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, കൂടുതലും ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, കാർഡിയാക് ഡിസീസ്, ഒബിസിറ്റി, അങ്ങനെയുള്ള ഡിസീസസ് ആണ്. ക്യാൻസറിനെ കോസ് ചെയ്യേണ്ട ആവശ്യമില്ല ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഇപ്പോൾ ഡോക്ടർ ഔട്ട്സൈഡ് ഇന്ത്യയും പ്രാക്ടീസ് ചെയ്യുന്ന അവിടുത്തെയും പേഷ്യൻസിനെ കാണുന്നതാണ്, ഇപ്പോൾ നമ്മുടെ കേരളത്തിലും അവർ കാണുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്ന, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫെസിലിറ്റീസിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഒരു പേഷ്യൻ്റ് കെയറിൽ ഓവറോൾ? നമ്മുടെ കേരളത്തിൽ ഇന്ത്യ ഒട്ടാകെയല്ല ഞാൻ പറയുന്നത്, കേരളത്തിൽ ഹെൽത്ത് കെയർ ഇസ് വെരി അഡ്വാൻസ്ഡ്. എല്ലാ പുറത്ത് കിട്ടുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും കേരളത്തിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഹെൽത്ത് കെയർ റെഗുലേഷൻസ് പ്രോപ്പറല്ല നമ്മുടെ പുറത്തെ രാജ്യങ്ങളിലുള്ള പോലെ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള, കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ പേഷ്യൻസിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെൽത്ത് കെയർ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സായി ഗണേഷ് അവിടെയും ഇവിടെയും മെഡിക്കൽ സെൻറ്റർ ഉള്ളതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് ഒരേപോലത്തെയുള്ള ഡെഫിനറ്റ്ലി നമ്മൾ ദുബായ് സ്റ്റാൻഡേർഡ്സിൽ തന്നെ ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രത്തും ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പ്ലാങ്ക് ഉണ്ട്, നമുക്കൊരു സ്റ്റാൻഡേർഡ്സ് ലിമിറ്റ്സ് ഉണ്ട്. ആ ലിമിറ്റിലായിരിക്കും നമ്മൾ എന്തായാലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈവൻ ഇൻ ദുബായ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആയാലും നമ്മൾ ഡെഫിനറ്റ്ലി ആ സ്റ്റാൻഡേർഡ്സ് എന്തായാലും കീപ്പ് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ അഡൽട്സിൻ്റെ കാര്യം കുറേ പറഞ്ഞു. ഇപ്പോൾ കുട്ടികളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാന്നുള്ളതും അവരുടെ ട്രീറ്റ്മെൻറ്റിനും കുറച്ച് എക്സ്ട്രാ നമ്മൾ എഫേർട്ട് എടുക്കേണ്ടതാണ്. കുട്ടികളെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഇവിടെ മെഡിക്കൽ സെൻറ്ററിൽ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മളുടെ ഇപ്പം ഡെൻറ്റിസ്ട്രി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മളുടെ ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് 45+ ഡെൻറ്റിസ്റ്റ് ഉണ്ട്, ഈ ബ്രാഞ്ചസ് എല്ലാം കൂടെ. അപ്പം ഡെൻറ്റിസ്ട്രിയിൽ ഓരോ വരുന്ന അഡ്വാൻസസും നമ്മൾ അപ്പോഴപ്പോഴും തന്നെ നമ്മുടെ ക്ലിനിക്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട്. അപ്പം കുട്ടികളുടെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് സെഡേഷൻ ഡെൻറ്റിസ്ട്രി, കുട്ടികൾക്ക് വേദന എടുത്തില്ലെങ്കിലും ഭയങ്കര അപ്രിഹെൻഷനായിരിക്കും. ഒരു ഡെൻ്റൽ ചെയറിലിരുന്ന് വാ തുറന്ന് അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ ഇരിക്കാനായിട്ട് ഡെഫിനറ്റ്ലി അവർ താല്പര്യപ്പെടുന്നില്ലായിരിക്കും. കുട്ടികൾ ചെയ്യില്ല, റെസ്റ്റ്ലെസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് സെഡേഷൻ കൊടുത്തിട്ട് ഈ പ്രൊസീജിയർ ചെയ്യുന്ന, അത് ഞങ്ങളുടെ ക്ലിനിക്കിൽ ഉള്ള ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ കെയറാണ്. അത് നമ്മുടെ ട്രിവാൻഡ്രത്തും സെയിം തന്നെ അവൈലബിൾ ആണ്? ട്രിവാൻഡ്രത്ത് നമ്മളിപ്പോൾ സെഡേഷൻ ഡെൻറ്റിസ്ട്രി തുടങ്ങിയിട്ടില്ല, പക്ഷേ ദുബായിൽ എല്ലാ ക്ലിനിക്സിലും ഉണ്ട്. ഓക്കെ, സോ വേർ ഡു യു സീ ഒരു സായി ഗണേഷ് മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്? വേർ ഡു യു സീ ഇൻ ലൈക്ക് another 5 years? another 5 yearsൽ എന്താണ് കാണുന്നുള്ളത് കുറച്ച് ദൈവത്തിൻ്റെയും കൂടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഡെഫിനറ്റ്ലി നമ്മൾ കേരളത്തിൽ കൂടുതൽ ബ്രാഞ്ചസ് ഇടും, ട്രിവാൻഡ്രത്ത് തന്നെയും കൂടുതൽ ബ്രാഞ്ചസ് ഇടും. നമ്മൾ കേരളത്തിലും എല്ലാ മെട്രോ സിറ്റീസിലും ബ്രാഞ്ചസ് ഇടാനായിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ മെഡിക്കൽ സെൻറ്ററിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്? പല രാജ്യത്തുള്ള ആൾക്കാരും അവൈലബിൾ ആണല്ലോ. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ ട്രിവാൻഡ്രത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ പുറത്തുനിന്ന് ഡോക്ടേഴ്സ് ഉണ്ടാവും, അതോ ഇവിടെയുള്ള ഡോക്ടേഴ്സ് തന്നെയാണോ? അല്ല, ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പുറത്തെ ഡോക്ടേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഫ്യൂച്ചറിൽ ഫോർ എക്സാമ്പിൾ പല പുറത്തെ രാജ്യത്തെ സർജൻസ് അവർ കുറച്ചും കൂടെ
സർജറിയുടെ കാര്യത്തിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവരുടെ സ്കിൽസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ജർമ്മൻസ്, അവരൊക്കെ ലാപ്രോസ്കോപ്പിക് സർജറിയിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ഡെഫിനറ്റായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ദുബായ് സെൻറ്റേഴ്സിലുള്ള കുറച്ച് അഡ്വാൻസ് സ്കില്ലുള്ള ഡോക്ടേഴ്സിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഡോക്ടർ, നമ്മളിപ്പോൾ ഒരുപാട് കാണുന്നതാണ് സെൽഫ് ഡയഗ്നോസിസ്. എസ്പെഷ്യലി ഇപ്പോൾ നെറ്റ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് യൂട്യൂബിലും ക്രോമിലും എല്ലാം നോക്കി നമ്മുടെ രോഗം ലക്ഷണങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനുള്ള ഇന്ന രോഗം എന്നൊക്കെ പറയും. അതിനുള്ള മരുന്ന് നമുക്ക് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അങ്ങനെ എടുത്തിട്ട് ഒരുപാട് സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്ന കേസസ് നമ്മൾ വായിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഡയറ്റ്സ്, വളരെ റെഗുലർ ആയിട്ടുള്ള ഡയറ്റ്സ് ഒക്കെ ഫോളോ ചെയ്ത് ഡെത്ത് വരെ സംഭവിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇൻ്റർനെറ്റ് നോക്കിയൊന്നും ഒരിക്കലും മെഡിസിൻ എന്ന് പറയുന്നത് 100% സയൻസ് അല്ല, ഒരു ആർട്ടിസ്റ്റിക് ആസ്പെക്റ്റും കൂടെ ഉണ്ട് അതിൻ്റെ. ഇപ്പം മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സയൻസാണ്. ഇപ്പം 1+1 is always 2. അപ്പോൾ എൻജിനീയറിങ് കുറച്ചും കൂടെ നമുക്ക് ചിലപ്പോൾ ഇൻ്റർനെറ്റ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ മെഡിസിൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെഡിക്കൽ കോഴ്സ് ഒരിക്കലും ഓവർ ദ പോസ്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അത് മെഡിക്കൽ കോളേജിൽ പോയി പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് തന്നെ പഠിക്കണം. അല്ല ഡിസ്റ്റൻറ്റ് ലേണിംഗ് കോഴ്സ് മെഡിസിൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ബുക്കുകളിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യം മാത്രമല്ല മെഡിസിൻ. പേഷ്യൻസിനെ പ്രാക്ടിക്കലായിട്ട് പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഓരോ പേഷ്യൻ്റെ സിംറ്റംസും അവരുടെ ഡയഗ്നോസുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റിൽ കൂടെ ഒരിക്കലും ഒരു പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഡോക്ടർ ടോട്ടൽ 6 ലൊക്കേഷൻസിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ലൊക്കേഷൻസ് എന്ന് കൂടി ഒന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് റോള ഷാർജയിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യാൻ, അപ്പോൾ ആദ്യത്തെ ബ്രാഞ്ച് ഷാർജയിലാണ് ആക്ച്വലി. അപ്പോൾ ആ സമയത്ത് ദുബായ് ഭയങ്കരമായിട്ട്, ഇപ്പോഴും ദുബായ് വളരെ വേഗത്തിൽ വളരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദുബായിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് ദുബായിലിട്ടത് ദേറയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഗിസൈസിലിട്ടു. ഗിസൈസിൽ ഒരുപാട് മലയാളി കേരളൈറ്റ് പോപ്പുലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുട്ഫോൾസ് കൂടി എല്ലാ ബ്രാഞ്ചസിലും കൂടി. അപ്പോൾ 3rd branch was in Gizais, then 4th branch we put in Satwa, then കരാമ. ഞങ്ങളുടെ ഇത് 5 ദുബായിലുള്ള ബ്രാഞ്ചസ്. അത് കഴിഞ്ഞിപ്പം ദേവസ്വം ബോർഡ് ജംഗ്ഷൻ ട്രിവാൻഡ്രം. ഈ എല്ലാ ബ്രാഞ്ചസിലും കൂടെ ഓൾമോസ്റ്റ് 100+ ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ 45+ ഡെൻറ്റിസ്റ്റ് ഉണ്ട്. ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ആദ്യം തന്നെ നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും അതുപോലെ ഒരു നല്ല ടീം ഓഫ് ഡെൻറ്റിസ്റ്റ് നമുക്ക് ആദ്യം മുതൽ തന്നെ സോഴ്സ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സർവീസ് കൊടുക്കുന്ന, നമ്മുടെ ടോട്ടലായിട്ടുള്ള നമ്മുടെ എല്ലാ ക്ലിനിക്കും എടുത്ത് നോക്കിയാൽ തന്നെ ഒരു മേജർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഡെൻ്റൽ സ്പെഷ്യാലിറ്റി. ട്രിവാൻഡ്രത്തും ഞങ്ങളുടെ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇൻസ്ട്രുമെൻസും അതുപോലെ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത ഡോക്ടേഴ്സുമാണ്. അതുകൊണ്ട് ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയും കൂടുതൽ പ്രോമിനൻ്റ് ആക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഓക്കെ, ട്രിവാൻഡ്രത്ത് ഓൾറെഡി ഉണ്ട്. ഇനി കേരളത്തിൽ എവിടെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് പ്ലാൻ? ട്രിവാൻഡ്രത്തിൻ്റെ ഔട്ട്സ്കേർട്സിൽ കുറച്ചുകൂടെ ചെറിയ സെൻറ്റേഴ്സ് ഇടണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള മെട്രോ സിറ്റീസിൽ ഇപ്പം എറണാകുളം, കാലിക്കറ്റ് അങ്ങനെയുള്ള സിറ്റീസിൽ കൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലായാലും ഒരു ക്ലിനിക് ആയാലും ഒരു മെഡിക്കൽ സെൻ്റർ ആയാലും ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. ക്വാളിഫൈഡ് ആയിട്ടും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എത്രമാത്രം ഉണ്ട് ആ മെഡിക്കൽ സെൻറ്ററിൽ നോക്കണം. രണ്ടാമത് അവരുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി, അവരെങ്ങനെയാണ് എത്ര നാൾ മാർക്കറ്റിൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് എന്താണ് പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ മെഡിക്കൽ സെൻറ്റർ 2004 ഓപ്പൺ ചെയ്താൽ അപ്പോൾ ഇപ്പോൾ 21 ഇയേഴ്സ് നമുക്ക് മാർക്കറ്റിൽ. അപ്പോൾ അത്രയും പേഷ്യൻസിന് ഫീഡ്ബാക്ക് ഉണ്ട് നമ്മളെപ്പറ്റി. ഇപ്പം ഗൂഗിളിൽ തന്നെ പോയി സെർച്ച് ചെയ്താൽ അത്രമാത്രം ഗൂഗിൾ റിവ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ്, അതൊക്കെയാണ് ശരിക്കും ഒരു പേഷ്യൻ്റ് ഇൻ്റർനെറ്റിൽ നോക്കേണ്ടത്. ഗൂഗിൾ റിവ്യൂസും ബാക്കിയുള്ള എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്, ഏതൊക്കെ ഡോക്ടേഴ്സാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഒരു മെഡിക്കൽ സെൻറ്ററിൽ പോകുന്നതിന് മുമ്പ് നോക്കേണ്ടത്.
ഓക്കെ, എന്തായാലും സായി ഗണേഷ് മെഡിക്കൽ സെൻറ്റർ ഇനി ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. ഒരുപാട് നല്ല ഡോക്ടേഴ്സിനെ നമുക്കും ലഭിക്കട്ടെ. എന്തായാലും ഡോക്ടറിനും ഡോക്ടറിൻ്റെ ടീമിനും ഒരുപാട് ആശംസകൾ. ഗസ്റ്റ് ടൈമിൽ ഇത്രയും നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.